ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ശിഖർ ധവാനുമായി ബന്ധപ്പെട്ടതാണ്. ശിഖർ ധവാൻ മികച്ച ഒരു കളിക്കാരനായിരുന്നു. എന്നാൽ BCCI താരത്തെ മനഃപൂർവ്വം ഒഴിവാക്കി. താരത്തിന് ഏജ് കൂടിയതാണ് BCCIക്ക് പ്രശ്നം. അവസാന മാച്ചിൽ ഫോമിൽ കളിച്ചിട്ടും ധവാൻ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായി. IPLൽ താരത്തെ കളിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ശിഖർ ധവാൻ വിരമിച്ചു. പിന്നീട് ഇപ്പോൾ ശിഖർ ധവാൻ പുതിയ ടീമിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. നേപ്പാൾ ലീഗിലേക്കാണ് ശിഖർ ധവാൻ എത്തിയിരിക്കുന്നത്. അവിടെ സൈൻ ചെയ്തിരിക്കുകയാണ് ധവാൻ. ഇനി അങ്ങോട്ട് നേപ്പാളിലായിരിക്കും ശിഖർ ധവാൻ കളിക്കാൻ പോകുന്നത്. നേപ്പാൾ ലീഗിൽ കളിക്കാനാണ് ശിഖർ ധവാൻ IPLൽ നിന്ന് വിരമിച്ചിരിക്കുന്നത്. ശിഖർ ധവാൻ ഇനിയും ഒരുപാട് വർഷങ്ങൾ IPLൽ കളിക്കാൻ സാധിച്ചേനെ. താരം അത്രയും ഫോമിലായിരുന്നു. എന്നിട്ടും താരം പെട്ടെന്ന് വിരമിച്ചു. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജുവിനെ വലിയ പണിയാണ് BCCI കൊടുത്തിരിക്കുന്നത്. സഞ്ജു ഇപ്പോൾ T20യിൽ നല്ല കളി കാഴ്ചവെക്കുന്നുണ്ട്. സഞ്ജുവിന് അവസരങ്ങളുമുണ്ട്. എന്നാൽ ഇപ്പോൾ സഞ്ജുവിനെ T20യിൽ നിന്ന് മാറ്റിയേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അവരുടെ ഫേവറേറ്റ് കിഡായ ഋഷഭ് പന്തിന് വേണ്ടിയാണ് സഞ്ജുവിനെ ഒഴിവാക്കുന്നത്. സഞ്ജുവിനെ ഇനിയും ഓപ്പണിംഗ് കളിപ്പിച്ചാൽ സഞ്ജു ഫോമാകുമെന്ന് BCCIക്ക് മനസ്സിലായി. സഞ്ജു ഇങ്ങനെ ഫോമായാൽ പിന്നെ സഞ്ജുവിനെ ടീമിൽ നിന്ന് മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് വരാൻ പോകുന്ന T20 സീരീസിൽ ഋഷഭ് പന്ത് ടീമിലേക്ക് തിരിച്ചെത്തും. ഇങ്ങനെ വരുമ്പോൾ സഞ്ജുവിനെ പുറത്താക്കുമെന്നാണ് റിപ്പോർട്ട്. സഞ്ജുവിനെ ബാക്കപ്പ് താരമായിട്ടാണ് BCCI കണ്ടിരിക്കുന്നത്. T20യിൽ സഞ്ജു 21ാം റാങ്കിലാണ്. എന്നാൽ ഋഷഭ് പന്ത് ആദ്യത്തെ 100 റാങ്കിൽ പോലുമില്ല. എന്നിട്ടും അവർക്ക് ഋഷഭ് പന്തിനോടാണ് താല്പര്യം. മലയാളികളെ BCCIക്ക് വിലയില്ല. അതിനി ഡബിൾ സെഞ്ചുറി അടിച്ചാലും BCCIക്ക് സഞ്ജുവിനെ ആവശ്യമില്ല. മുൻപ് കരുൺ നായരെ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച ശേഷമാണ് ടീമിൽ നിന്ന് പുറത്തായത്. എന്തായാലും ഋഷഭ് പന്തിന് വേണ്ടി സഞ്ജുവിനെ ഒഴിവാക്കുകയാണ്. ഋഷഭ് പന്തകത്തും സഞ്ജു പുറത്തുമായിരിക്കുകയാണ്. T20യിൽ വലിയ മാറ്റങ്ങളാണ് BCCI കൊണ്ടുവന്നിരിക്കുന്നത്. സഞ്ജുവിനെ ചതിച്ചിരിക്കുകയാണ് BCCI. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.